അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിക്കാൻ, എന്നെ നശിപ്പിച്ച് കളയാൻ ഒരു തീരുമാനമെടുത്തു. കാരണം എൻ്റെ അപ്പച്ചന് ഇനിയൊരു മൂന്നാമതൊരു കുട്ടിയെയും കൂടി നോക്കാനുള്ള ത്രാണിയില്ല എന്നുള്ള ബോധ്യത്തിൽ. അപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, നീ പെറ്റ് എൻ്റെ കയ്യിലേക്ക് തന്നാൽ മതി, ഞാൻ നോക്കിക്കൊള്ളാം. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, എൻ്റെ ചെറുപ്പകാലത്ത് ആദ്യ കുർബാന സ്വീകരണ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ അവരുടെ അപ്പച്ചനും അവരുടെ അമ്മയും എല്ലാവരും കൂടി നിന്നിട്ടാണ് സന്തോഷകരമായ ഒരു രീതിയിലാണ് കടന്നു പോകുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത്, എൻ്റെ അപ്പച്ചൻ മരിച്ചു പോവുകയാണെങ്കിൽ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വിഷമം തരും. പക്ഷെ എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിച്ചോടുന്നില്ല. അതെൻ്റെ മനസ്സിൽ വലിയ മുറിവായി ഞാൻ അത് കൊണ്ട് നടന്നു. ഒരു കാലത്ത് പള്ളിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബക്കാർക്ക് ഇടവകയിൽ യൂണിറ്റുകൾ തരംതിരിച്ചൊരു കാർഡ് കൊടുക്കും. പേന, പുസ്തകം, അധ്യയന വർഷത്തിൽ ഒരു കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ, ഇതെല്ലാം ഒരു കാർഡ് ഞങ്ങൾക്ക് നിരന്തരമായി ലഭിച്ചിരുന്നതാണ്. ഞാനാണ് അത് പോയി വാങ്ങിയോടും. ഞാനത് വാങ്ങാൻ പോയപ്പോൾ അവിടെ എല്ലാവരും വരി നിൽക്കുകയാണ്. അക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്, എനിക്ക് അറിയുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. അവിടെ അവരപ്പച്ചൻ, അമ്മച്ചി എല്ലാവരും ജോലിക്ക് പോകുന്ന, കുഴപ്പമില്ലാത്ത രീതിയിൽ സാമ്പത്തികമായ രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാരാണ്. ഞാൻ അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഇവർക്കെല്ലാം ഇത് സാധനങ്ങൾ ഓരോന്നായി കൊടുത്ത് അവർ വിട്ടു. അതിന് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞാൻ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ അല്പനേരമായി ഇവിടെ നിൽക്കുന്നത്, എനിക്ക് കാർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ, എനിക്കിത്. അപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെ സ്റ്റോക്ക് തീർന്നിരിക്കുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അല്പനേരം കൂടി അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, സ്റ്റോക്ക് തീർന്നു പോയി, വിഷമമൊന്നും വിചാരിക്കരുത്. ഞാനൊരു നിമിഷം എൻ്റെ മനസ്സിലേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ, ഇത്രത്തോളം സാമ്പത്തികമായ മുന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ എല്ലാം ഇത് കൊടുത്തു, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല? എന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളൊരു ചിന്താഗതിയെന്ന് എനിക്ക് മനസ്സിലായി. ആ നിമിഷം എൻ്റെ മനസ്സിലേക്ക് പള്ളിക്കാരും പട്ടക്കാരുമായിട്ടുള്ള എനിക്ക് അവരോട് ഭയങ്കര വെറുപ്പാണ് കടന്നു വന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ക്ലാസ്സുകളായി തരംതിരിച്ചു. ഞങ്ങളെല്ലാ സുഹൃത്തുക്കളെയും തരംതിരിച്ചപ്പോൾ ടീച്ചറോട് ചെന്ന് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കണം, ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കൂട്ടുകാരും കൂടി ഒരു ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ടീച്ചർ പറഞ്ഞത് പ്രകാരമാണ്, നീ ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ നിനക്ക് പഠിക്കാൻ സാധിക്കില്ല, നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, നീ നന്നായി പഠിച്ച് 10ാം ക്ലാസ് എഴുതി പാസ്സാവാൻ പറഞ്ഞു. ഞാനൊരു ലെവലേശം ഒരു ടീച്ചർ പറയുന്ന ഒരു വാക്കും വില കൽപ്പിക്കാതെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ വാക്ക് സ്വീകരിച്ചു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ബലമായി എഴുതി മേടിച്ച് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പോയി ചേർന്നു, സുഹൃത്തുക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അവിടെ പാർട്ട് ടൈം ക്ലാസ്സാണ്, കാലത്ത് തൊട്ട് ഉച്ച വരെ ക്ലാസ്സാണ്, അത് കഴിഞ്ഞാൽ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോടുന്ന എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ ഞാൻ പാർട്ട് ടൈം ഒരു ഫ്രൂട്ട്സ് കടയിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെയുള്ള മുതലാളി എന്നോട് പറഞ്ഞു, നീ നന്നായി കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ കടഞ്ഞു ചെന്ന ആളെ ഞാൻ സഹായിച്ച് അങ്ങനെ ആൾ പിന്നെ മാർക്കറ്റിലേക്ക് വരാതെയായി. പിന്നെ പൂർണ്ണമായി എൻ്റെ കയ്യിലേക്ക് കൺട്രോൾ. അല്പം വൈകാതെ തന്നെ ഒരു സുഹൃത്ത് ഞാനുമായി സംസാരിക്കാൻ ഇടയായപ്പോൾ ആൾ പറഞ്ഞു, ഒരു കച്ചവട സ്ഥലം ഇങ്ങനെ റെൻറ്റിന് കൊടുക്കാനുണ്ട്, നീ വേണമെങ്കിൽ നിനക്കത് കഴിവുണ്ടെങ്കിൽ നീ അത് ചെയ്തോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കതിന് കഴിവുണ്ട്, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഞാൻ സ്വന്തമായി കച്ചവടം തുടങ്ങാൻ ഒരു സംരംഭത്തിലേക്ക് പുതിയത് കാൽവെച്ചു. അവിടെ എനിക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 5 പണിക്കാരൻ ഞാൻ അവിടെ വെച്ച് കച്ചവടം തുടങ്ങി. നല്ല കളക്ഷൻ കിട്ടുന്ന ഒരു കച്ചവടമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് തൃശ്ശൂർ വടകേ സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൊസൈറ്റിയിൽ ഒരു കട റൂം കിട്ടി. അവിടെയും ഞാൻ കച്ചവടം, അവിടെ 2 സ്റ്റാഫായാണ്. മൊത്തം 21 വയസ്സ് കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു 7 സ്റ്റാഫുള്ളൊരു ബിസിനസ്സുകാരനായി ഞാൻ മാറി. അടിത്തറയുണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. എനിക്ക് നല്ലത് പറഞ്ഞു തരാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ മാറ്റി നിർത്തുകയാണ് പതിവ്. ഒരു പരിധിവരെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് മദ്യപിച്ചാണ്. 21 വയസ്സ് കാലഘട്ടത്തിൽ മദ്യപിക്കുന്നുള്ളൊരു അവസ്ഥ എൻ്റെ അമ്മയ്ക്ക് വലിയൊരു വേദനയായിരുന്നത്. ഒരുപാട് സുഹൃത്തുക്കളെ സന്തോഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തെ ഞാൻ നശിപ്പിക്കുകയെന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതുമൂലം എൻ്റെ അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്.
വലിയ വലിയ പാപങ്ങൾ ചെയ്ത് എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചെന്ന് കിടക്കുമ്പോഴും എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചെയ്യുന്നത് പാപമാണെന്നുള്ള വലിയൊരു ബോധ്യം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ ഒരുപാട് പണം വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഒരു വിശേഷമുണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കും. അങ്ങനെ ഞാൻ അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കൂട്ടിന് കൂടുതൽ മദ്യമായിരുന്നു. ആ മദ്യത്തിൽ ആശ്രയിച്ച് അവർ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവർക്ക് എന്താണ് വിഷമം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ, അപ്പോൾ അവർ വിളിക്കുകയാണ്, നീ വാ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചിന്തിച്ചോടുന്നില്ല. കാരണം എനിക്ക് ചിന്തിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവർ വിളിക്കുന്ന വഴിയെ ഞാൻ ചെന്ന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയി. എൻ്റെ ഒരു കാശുണ്ട് വക്കീലിന് കൊടുക്കാനായാലും. അവർക്ക് അറിയാമോന്നൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയത് കൂട്ടുകാരായിരുന്നത് മൂലം അവർ പറയുന്ന വാക്കുകളെ ഞാനൊന്നും തള്ളിക്കളഞ്ഞിരുന്നില്ല. ഒരു പ്രശ്നമുണ്ടാക്കാനായാലും മറ്റൊരു പ്രശ്നമുണ്ടാക്കാനായാലും വലിയ വലിയ പ്രശ്നങ്ങൾ പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെ കൂടെ. മദ്യലഹരിയിൽ ഒരിക്കൽ എൻ്റെ സുഹൃത്തുക്കളുടെ വാക്ക് കേട്ട് പകരം ചോദിക്കാനായി, അവരെ തല്ലി അവരെ നശിപ്പിക്കാനായി. കാരണം എൻ്റെ സുഹൃത്തിനോട് അവർ ചെയ്ത ഇത് അവരെ ഇരട്ടിയായി പകരം ചോദിക്കാൻ ഒരു പ്രേരിതനായ ഒരു നിമിഷം ഉണ്ടായിരുന്നു കാലഘട്ടത്തിൽ. അങ്ങനെ ഞാൻ ആയുധങ്ങളുമായി എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ പോകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാനും എൻ്റെ സുഹൃത്തുമാണ് ബൈക്ക് പോണ, ആയുധങ്ങൾ എൻ്റെ കയ്യിലാണുള്ളത്. അങ്ങനെ ഞാൻ കടന്നു പോകുമ്പോൾ മണ്ണുത്തി എന്നുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടിയുടെ പെട്രോൾ കഴിയണം, ബൈക്കിൻ്റെ പെട്രോൾ കഴിഞ്ഞു. പെട്രോൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ബാഗിൽ സുഹൃത്തുക്കൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിനുള്ള കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ആയുധങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരണം. ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ബാക്കിൽ വരുന്നോട്ട് ഞാൻ ചോദിച്ചു, ഇത് ഒന്ന് കയ്യിൽ പിടിക്കുക, പെട്രോൾ മേടിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് ചെയ്യാം. ഒരാൾ പോലും, എൻ്റെ തീരുമാനങ്ങളെടുത്ത ഒരു സുഹൃത്തുക്കൾ പോലും അത് കയ്യിൽ മേടിക്കാനോ അല്ലെങ്കിൽ അത് ഉപകാരപ്പെടുത്താനോ ഒന്നിനൊരു തീരുമാനമില്ല. നീ കൊണ്ടുവന്നു, നീ ചെയ്തോ എന്നുള്ളൊരു രീതിയിൽ. എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല ഇതിൻ്റെ ആപത്ത് എന്താണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കല്യാണം വന്നു. അവൻ്റെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നന്നായി ആഘോഷിച്ചു. പിറ്റേ ദിവസം കാലത്ത് ചരക്ക് കുറച്ചെടുത്ത് ഞാൻ കച്ചവടം തുടങ്ങി. പണിക്കാരെ വെച്ച് കച്ചവടം തുടങ്ങിയപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒരു കണ്ടക്ടർ ബസ്സിൻ്റെ ഇടയിൽ വിട്ട് മരണപ്പെട്ടു. അതൊരു ചെറിയൊരു വിഷയമായി അത് കടന്നുപോയി. പിറ്റേ ദിവസം ബസ്സിൻ്റെ മുകളിൽ നിന്ന് ബസ് സ്പോട്ടർ ചരക്ക് കയറുന്നതിൻ്റെ ഇടയിൽ വീണ് ആൾക്ക് പരിക്ക് പറ്റി. അതൊരു വലിയ വിഷയം. കാരണം കണ്ടിന്യൂ ആയിട്ട് ഇവിടെ ആക്സിഡൻറ്റുകൾ നടക്കുന്നു. എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഉദ്യോഗസ്ഥർ കച്ചവടം ചെയ്യുന്ന ഭാഗത്തേക്ക് വന്നു. അവിടെ ഭാഗത്ത് വന്നപ്പോൾ ഞങ്ങൾ ഈ 5 പണിക്കാരും അതിനൊത്ത ചരക്കും ഫ്രൂട്ട്സും കയറ്റി വെച്ച് സ്റ്റാള് കച്ചവടം ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, ഈ കച്ചവടം അനധികൃതമാണ്, ഇത് എത്രയും പെട്ടെന്ന് കൊടുന്ന് പൊളിച്ച് നീക്കണം എന്നുള്ളൊരു അവരൊരു ഉത്തരവിടണം. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനെ തരണം ചെയ്യാൻ എനിക്ക് സമാധാന വാക്കുകളല്ലാതെ എനിക്ക് എന്നോട് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒറ്റ സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല ആ കാലത്തിൽ. ഞാൻ എന്ത് ചെയ്യണം? ഇത്രയധികം ബാധ്യത വരും. കാരണം ഒരു വലിയൊരു എമൗണ്ട് തന്നെ എനിക്ക് അവിടുന്ന് കളക്ഷൻ ഡെയിലി കിട്ടി അവിടുന്ന് സ്റ്റോപ്പായി പോകും, എൻ്റെ റോളിങ്ങുകൾ തെറ്റും, ഇതുവരെ ഉണ്ടായ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുന്നുള്ളൊരു ചിന്താഗതിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് സ്വന്തമായൊരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലാത്തവനാണ്. സുഹൃത്തുക്കളുടെ തീരുമാനത്തിനാണ് ഞാൻ വില കൽപ്പിച്ചു കൊടുക്കുന്നത്. അവർ പോലെ എന്നെ കൈയൊഴിഞ്ഞു. എൻ്റെ കയ്യിൽ പിന്നെയുള്ളത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, വടക്കേ സ്റ്റാൻഡിലെ സൊസൈറ്റിയിലെ കട റൂമാണ്. അവിടെ ഒരു പ്രതിസന്ധി അവിടെയും നേരിടേണ്ടി വന്നു. കാരണം അവിടെ കേരളോത്സവം നടക്കുകയായിരുന്നു. സ്പോർട്സിൻ്റെ അവിടുത്തെ കാര്യങ്ങളുടെ അവിടെ പാലസ് ഗ്രൗണ്ടിൽ സ്പോർട്സ് നടക്കുമ്പോൾ അവിടെ നല്ല വൃത്തിയുള്ള ഭക്ഷണമാണോ കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഹെൽത്തിൻ്റെയും എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് ചെക്കിങ് നടത്തിയപ്പോൾ എൻ്റെ ലൈസൻസ് ചോദിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ആളെ ബന്ധപ്പെട്ട് ലൈസൻസ് കൊടുത്തു. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത് 1.5 വർഷമായിട്ട് ലൈസൻസ് പുതുക്കിയിട്ടില്ല, ഇത് എത്രയും പെട്ടെന്ന് ഇത് അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഒരു മേഖലയും കൂടിയും പൂട്ടിപ്പോയപ്പോൾ എനിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. കാരണം എനിക്ക് ഒരുപാട് ഫണ്ട് വന്നിരുന്ന കച്ചവട സ്ഥലങ്ങൾ രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതിസന്ധി നേരിടേണ്ട അവസ്ഥ വന്ന കാലഘട്ടത്തിൽ ഞാനങ്ങനെ ഒരു കച്ചവട സ്ഥലം എനിക്ക് വണ്ടിയിൽ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ കച്ചവട സ്റ്റാളുകൾ നടത്തിയ ഞാൻ ഇത്രയും ചെറുതായ ഒരു പെട്ടിവണ്ടിയിലേക്ക് കച്ചവട സ്ഥിതി മാറിയ അത്രയും ജീവിതം അത്രയും തരം താന്ന രീതിയിൽ പോലും അത്രയ്ക്കായി. കാരണം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ കുരിയച്ചറാമ വെയർ ഹൗസിൻ്റെ മുമ്പിൽ ഒരു പെട്ടിവണ്ടിയിൽ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യാൻ എനിക്ക് അവിടെ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സംരംഭം തുടങ്ങി വെച്ച്
ഞാനവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോൾ അവിടെയും എന്നെ ഒരു സുഹൃത്ത് സഹായിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആ സുഹൃത്തിനെ ആശ്രയം അർപ്പിച്ച് എനിക്ക് ചരക്ക് ഫ്രൂട്ട്സ് തന്നു. ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ചരക്ക് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പണിക്കാരനാണ് അവിടെ ഒരു സുഹൃത്ത്. അവൻ കച്ചവടം ചെയ്യുമ്പോൾ ഒരു പോലീസുകാരൻ്റെ പോലത്തെ ഒരു വ്യക്തി എന്നെ അന്വേഷിച്ച് വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അവിടെ ആ ഒരു പോലീസുകാരൻ നിന്നെ അന്വേഷിച്ച് വന്നിട്ട് പോലീസുകാരനാന്ന് പറഞ്ഞ് സൂക്ഷിച്ചോളണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏത് പ്രശ്നവും ഇനി അടുത്ത് എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും കച്ചവടത്തിന് വൈകിട്ട് കയറുന്നു. വൈകിട്ട് ചെല്ലുമ്പോൾ ആളെന്നെ അടുത്ത് എന്നെ അന്വേഷിച്ച് എന്നെ ഉന്നം പിടിച്ച ആളെന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ലെനിനെല്ലാം ചോദിച്ചു. ആണോ, ഞാൻ അങ്ങനെ BRDയുടെ കളക്ഷൻ വന്നാണ്, വണ്ടി CC മുടക്കണം, എനിക്കിത് പിടിക്കാണ്ട് നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാശില്ല ചേട്ടാ, ഞാൻ ആകെ ലോക്കായിട്ടാണ് നിൽക്കണേ, വണ്ടി പിടിച്ചുകൊണ്ടോക്കോളാം പറഞ്ഞു ആളോട്. അപ്പോൾ ആൾ പോയി. എനിക്ക് കുറച്ച് ഗ്യാപ്പ് തന്നിട്ട് ആൾ പോയി. കുറച്ച് ദിവസം ഗ്യാപ്പ് നിന്നിട്ട് പറഞ്ഞു, ഇത്ര ദിവസം അടച്ചാൽ മതി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. ആൾ പോയിട്ട് എനിക്ക് ഇത്ര ദിവസത്തിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്നെക്കുറിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കി, എല്ലാം കേട്ടറിഞ്ഞ് മനസ്സിലായി. ഒരു സുഹൃത്തുണ്ട്, ഒരു ജോയ് എന്ന് പറയുന്ന വ്യക്തി, ആളൊരു ബ്രദറാണെന്ന് തോന്നുന്നു. ഈ ബ്രദർ എന്ന് കേട്ടപ്പോൾ എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ബ്രദർമാർക്കും വൈദികർക്കും സന്യാസിനി സമൂഹങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു വില കൽപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ആളെന്നെ ഒരുപാട് നിർബന്ധിച്ച പ്രകാരം എനിക്ക് ആ ഒരു ബ്രദറെ കണ്ടാൽ കൊള്ളാം എന്നുള്ളൊരു മനോഭാവത്തിലെത്തി. അങ്ങനെ ഒരു 3:30-4 മണി നേരത്ത് ഒരു പയ്യൻ വന്ന് അവിടെ നിൽക്കണം. ഞാൻ മീൻ നുറുക്കിക്കൊണ്ടിരിക്കും, 4-5 മണി ആയിട്ടുണ്ടാവും. മീൻ നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇതാവൂലേ ഇനി എന്തോന്നി കർത്താവേ, ആ മകനാണെങ്കിൽ ഒന്ന് അവനോട് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആളെന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, ദൈവം നിന്നെ കാണുന്നുണ്ട്, നിൻ്റെ വിഷമങ്ങളൊക്കെ ദൈവം കാണുന്നുണ്ട്. സങ്കീർത്തനം 56 നിൻ്റെ അലച്ചിലുകൾ അവിടെ നിന്ന് എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടാവും, അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഈ ഒരു വചനം എന്നോട് ബ്രദറെ പറയാണ്. എനിക്ക് വചനം എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ നേർവഴിക്ക് നടക്കാതെ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമാക്കി ബോധ്യം തന്നുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞത്. ഇനി ആ വഴിക്ക് പോയാൽ മോനെ ഈ ഭൂമിയിൽ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ആ ബോധ്യം അവന് കൊടുക്കുകയാണ്. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ജീവിതത്തിൽ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു. മരിക്കാൻ ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈ ഒരു മരണത്തെ നീ പാപത്തെ തന്നെ നീ ടാർഗറ്റ് ചെയ്ത് പാപം മാത്രം നീ കേന്ദ്രീകരിച്ച് ആ വഴിയെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് മരണമാണെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം ഞാൻ ശരിക്കും പറഞ്ഞ കർത്താവിന് മുമ്പിൽ സറണ്ടറായി. ലെനീനെ കണ്ടു കഴിഞ്ഞാൽ അവനെ ഒത്തിരി വേദനിക്കുന്നതും പ്രയാസപ്പെടുന്ന ഒരു മകനാന്ന് കണ്ടു. എൻ്റെ മോനൊരു കാര്യം ചെയ്യും, ആദ്യം പോയി ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നീ ഫ്രീ ആവും. അതിനുശേഷം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തീരുമാനിക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് അല്പമായ ചെറിയ ചെറിയ പാപങ്ങളാണ് എനിക്ക് പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ സുഖം തോന്നിക്കുന്ന കുറച്ച് പാപങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിവാവാന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ആ വൈദികൻ എൻ്റെ അടുത്തിരുന്ന് എന്നെ ഒരു മകൻ്റെ പോലെ ഒരു സാന്ത്വനിപ്പിച്ച് എൻ്റെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും ഞാൻ ആരും അറിയാതെ ചെയ്ത പാപങ്ങളെല്ലാം ആ വൈദികൻ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് ആ പാപത്തിൻ്റെ ഒരു പ്രായശ്ചിത്തമായി കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു. എനിക്ക് ആ ദേവാലയത്തിലിരുന്ന് ആ പ്രാർത്ഥന ചൊല്ലി അത് പ്രായശ്ചിത്തമായി കണ്ട് ഞാൻ അവിടെ നിന്ന് തിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഒരു കുമ്പസാരം എന്ന് പറയുന്നത്. ഞാൻ സേവനഗിരി എന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട്, മാനസിക രോഗികൾ നോക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് അവിടുത്തെ മക്കൾക്ക് ക്ലാസ് കൊടുക്കാറുണ്ട്. അവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കണ്ടിട്ട് പോകാനുള്ള ഇതിൽ നോക്കുമ്പോൾ ലെനിയുടെ ഫോൺ കോള്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, എന്താ മോനെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പഴയ കൂട്ടുകാരന്മാർ എന്നെ വന്ന് അസ്വസ്ഥതപ്പെടുത്തുന്നു. അവർ വന്ന് എൻ്റെ അപ്പനമ്മയ്ക്ക് വിളിച്ച് എൻ്റെ തല ഞാൻ കട്ടിയെടുത്ത് അവർ ഇടിക്കാൻ പോവാണ്. ഞാൻ എന്നാലും അവരെ കൊല്ലും. എൻ്റെ മോനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, വേഗം വാ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ബ്രദറെ കണ്ട് അവിടെ നിന്ന് സംസാരിച്ച് അവിടെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ദൈവികരുടെ ഈശോയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. വൈദികൻ കാസിം ബിലാസ ഉയർത്തുന്ന ആ വൈദികൻ ആ തിരുക്കരങ്ങളാൽ ഈശോയെ കൊണ്ട് എൻ്റെ തലയിൽ വെച്ച് എൻ്റെ ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അല്പനേരം ഞാൻ ശരിക്കും ദൈവം തൊട്ടു എന്നുള്ള വലിയൊരു ബോധ്യത്തിൽ അല്പനേരം ഞാനല്ലാതെ പോയി. ഞാൻ അല്പനേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു അവിടെ. ആ ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അടയാളമാണ്. കാരണം ആരുടെ മുമ്പിൽ തല കുനിക്കാൻ ഇഷ്ടപ്പെടാത്തവൻ കർത്താവ് തൊട്ടപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നിമിഷം തല കുനിഞ്ഞു പോയി. ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ അവിടെ കരം പിടിച്ചു ഉയർത്തി. ജോയ് ബ്രദറാണ് എനിക്ക് ലെനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ലെനിൻ ആദ്യമായിട്ട് വന്ന് ആദ്യമൊക്കെ പിൻവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നീട് എൻ്റെ അടുത്ത് വന്നൊക്കെ തുറന്ന് സംസാരിച്ചു.
പിന്നീട് വലിയ മാറ്റമാണ് ഞാൻ പിന്നെ കാണുന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ശരിക്കും ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങളെ ചൊല്ലി എനിക്ക് ദൈവത്തിന് നന്ദി പറയാൻ സാധിച്ചത്. അവിടെ ഇത്രത്തോളം വയ്യാത്ത, ഇത്രത്തോളം സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത സഹോദരങ്ങളെയും സഹോദരിമാരെയും ശുശ്രൂഷിക്കുന്ന ഒരു വൈദികനെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ സന്യാസിനി സമൂഹത്തിലുള്ള സിസ്റ്റേഴ്സിന് അവർ ഒന്നും പ്രതിഫലം കാണാതെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോകുന്ന വൈദികരോടുള്ള ദേഷ്യവും അമർഷവുമെല്ലാം എനിക്ക് ആ നിമിഷം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകണം. അത്ര വലിയൊരു അനുഗ്രഹീതമായൊരു കാഴ്ചയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അവൻ ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന് കയറി വന്നത്, ആ അഴുക്ക് മുഴുവനും പരിശുദ്ധാത്മാവാകുന്ന ദൈവം അവനിൽ കഴുകി കളഞ്ഞു. ആ കഴുകി കളഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം ഉണ്ടായത്. കാരണം ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകപ്പെട്ടപ്പോൾ തന്നെ അവനിൽ ആത്മാവ് നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങിയപ്പോൾ ആ ശക്തൻ മാർക്കറ്റ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ഡയലോഗുകൾ വരുന്ന ഇതൊക്കെ അവന് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അത് അവനെ തുടച്ചു മാറ്റി. പല യുവജനങ്ങളും ലെനിൻ്റെ മാതൃക കേട്ടുകൊണ്ടാണ് പലപ്പോഴും മാനസാന്തരത്തിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ വചനപ്രഘോഷണത്തിന് ആവശ്യമായ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലായാലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട A to Z കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഇവിടെയുള്ള അന്തേവാസികളെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടി വരും. അതിനൊക്കെ ആ ദിവസങ്ങളിൽ എപ്പോഴും അവൈലബിൾ ആണ്. രാത്രി പകലൊക്കെ ഇവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് 30 വർഷമായി. എന്നെക്കൊണ്ട് സാധിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ആ മകൻ ഒരു 50 വയസ്സുകാരൻ്റെ പ്രായത്തിലുള്ള രീതിയിൽ മാതാപിതാക്കളൊക്കെ വേദനിച്ച് വരുമ്പോൾ ഞാൻ പറയും ലെനീനൊന്ന് കാണാൻ പറയാറുണ്ട്. ലെനീൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ മക്കളോട് എങ്ങനെ പെരുമാറണമെന്നും മാതാപിതാക്കൾക്ക് മാറ്റം എന്ത് വേണമെന്നും ഞാൻ നിന്ന് കേട്ടിട്ട് ഞാൻ തരിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത്രയും ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് എടുത്ത് നയിക്കുക എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ള, എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്ന് കാണുകയാണത് അവനെക്കുറിച്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ജീവിത സാക്ഷ്യം കേട്ട് അവരുടെ കൂട്ടായ്മകളിലേക്ക് അവർ പ്രാർത്ഥിക്കാൻ ഒത്തുചേരുന്ന സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ അല്പനേരം വചനം പങ്കുവയ്ക്കാൻ എനിക്ക് സമയം തരുന്ന സുഹൃത്തുക്കളുടെ മുമ്പിൽ വചനം പ്രഘോഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാതാപിതാക്കന്മാർക്ക് മക്കളെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളൊരു പ്രചോദനം അവർക്ക് ഞാൻ പകർന്നു കൊടുക്കുമ്പോൾ ഒരുപാട് അമ്മച്ചിമാരും അപ്പച്ചമാരും കരഞ്ഞ് എന്നോട് പറയാറുണ്ട്, അവർ സ്നേഹിക്കുന്ന രീതി ശരിയല്ല, എങ്ങനെയാണ് ഒരു മകനെ സ്നേഹിക്കേണ്ടതെന്ന് ഒരുപാട് അപ്പച്ചനും അമ്മച്ചിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഇതുപോലെ എൻ്റെ അപ്പനെയും അമ്മയെയും എത്രയും എതിർത്ത് നടന്നു, അവരെത്രയും സ്നേഹിക്കാതെ നടന്നു, അവരെ സ്നേഹം എത്രത്തോളം ഞാൻ മനസ്സിലാക്കാതെ നടന്നു. ഇതെല്ലാം മാതാപിതാക്കന്മാരുടെ മുമ്പിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അവരെ മക്കളെ പൂർണ്ണമായി സ്നേഹിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം ആ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എനിക്ക് ലഭിക്കാറുണ്ട്. ഞാൻ നവീകരണ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എൻ്റെ അപ്പച്ചനെ വിളിച്ച് അപ്പച്ചനോട് മാപ്പ് ചോദിച്ച് അവനെ തിരിച്ചു വിളിക്കുക എന്നുള്ള വലിയ ബോധ്യം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. ഞാൻ അതുപോലെ എൻ്റെ അപ്പനെ ഞാൻ വിളിച്ചു. എൻ്റെ അപ്പനെ വിളിച്ചപ്പോൾ അപ്പച്ചൻ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് സമയമാകുമ്പോൾ വരാമെന്നാണ് അപ്പച്ചൻ പറഞ്ഞത്. ദൈവത്തോട് ചേർന്നപ്പോൾ ദൈവം എനിക്ക് തന്ന വലിയ അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് എന്നെ വെറുപ്പിച്ചവരോട്, എന്നെ ദ്രോഹിച്ചവരോട് എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എനിക്ക് എൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ എനിക്ക് അവരെ കൊല വിളിക്കണം എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ. അത്രത്തോളം മുറിവുകൾ എനിക്ക് അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവിനോട് ചേർന്നപ്പോൾ കർത്താവ് വളരെ ശാന്തതയോടുകൂടി അവരോട് ക്ഷമിക്കുവാനുള്ള വലിയ അനുഗ്രഹം എനിക്ക് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ മുഖേന നശിച്ചു പോയൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനെ തിരികെ കൊണ്ടുവരാനുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ. ഞാൻ അവനോട് പറഞ്ഞു, അവനെ ഞാൻ കാണാൻ സാഹചര്യമായപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മതി എല്ലാം നിർത്ത്, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നിനക്ക് എത്ര വയസ്സാണെന്ന് ചോദിച്ചു. അവൻ എനിക്ക് 25 വയസ്സാവണമെന്ന് പറഞ്ഞു. 25 വയസ്സാവെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് 21 വയസ്സായിട്ടുള്ളൂ, ഒരു 4 വർഷം കൂടി ഞാൻ ഒന്നും കൂടിയും അടിച്ചു പൊളിച്ച് നടക്കണം, എന്നിട്ട് നീ വിളിക്കണോടത്തേക്ക് ഞാൻ വരാം. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത് വിഷമമായി. കാരണം ഞാൻ അവനെ പോലെ ആയിരുന്നപ്പോൾ എനിക്ക് സങ്കടം ഇല്ലായിരുന്നു. ഞാൻ അതിൽ നിന്നെല്ലാം സന്തോഷമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നപ്പോൾ അവനില്ല എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവം എൻ്റെ കാര്യത്തിൽ വലിയ ഇടപെടലുണ്ടായത് പ്രകാശിച്ചെങ്കിൽ ഇവരെ കൂടെ ഞാൻ ഇവരായ രീതിയിൽ നടന്നു വരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഭൂമിയിൽ നിന്ന് തന്നെ നീക്കപ്പെട്ടേനെ, അല്ലെങ്കിൽ ജയിൽവാസത്തിലായനെ, അല്ലെങ്കിൽ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും എന്നെ വെറുത്ത് ആരാലും എന്നെ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചവിറ്റുകൊട്ടയിൽ ധൂർത്തുപുത്രൻ ജീവിച്ച ഒരു അനുഭവത്തിൽ കടന്നു പോകുന്ന ഒരവസ്ഥ. ഇതിൽ നിന്നെല്ലാം ദൈവം എന്നെ
ഒരു കര പിടിച്ച് എന്നെ മാത്രം ഇത്ര അധികം കൂട്ടുകാരിൽ നിന്ന് എന്നെ മാത്രം അവിടെ നിന്ന് ടാർഗറ്റ് ചെയ്ത് എൻ്റെ കരം പിടിച്ച് മാറ്റി നിർത്തിയത് എനിക്ക് ദൈവം ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് എനിക്ക് ആ നിമിഷം ഉണ്ടായത് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരവസ്ഥ എൻ്റെ അമ്മയുടെ കണ്ണീരാണ്. ഒരു ദിവസം പോലും എൻ്റെ അമ്മ കരയാത്തൊരു ദിവസം ഞാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമ്മാനിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു നേരത്ത് കടന്നു വരും വീട്ടിൽ, ഞാൻ ലേറ്റായി വരുന്ന എൻ്റെ രഹസ്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ടാവും, കഴിച്ചത് അമ്മ അറിഞ്ഞാൽ അത് അമ്മ വിഷയമാക്കും എന്നുള്ളൊരു രീതിയിൽ ഞാൻ നേരം വൈകി ലേറ്റായിട്ടാണ് വീട്ടിലേക്ക് കടന്നു വരാം. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അമ്മ വാതിലിൻ്റെ അവിടെ നിൽക്കും. കാരണം മകൻ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മേനെ തൊട്ടിട്ട് വേണം കടന്നു പോകാൻ. ഈ ഒരു രീതിയിലുള്ള അമ്മയുടെ വലിയ സാമീപ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഇത്രത്തോളം മോശമായ രീതിയിലാണ് എൻ്റെ വീട്ടിൽ ഞാൻ കടന്നു ചെന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് ഓർക്കണത്. എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും അമ്മ കരയാത്തതില്ല, പ്രാർത്ഥിക്കാത്തതില്ല. എല്ലാം ഞാൻ കണ്ടുകൊണ്ടാണ് തന്നെയാണ് ഞാൻ വളർന്നു വന്നതും. പക്ഷേ എൻ്റെ വീട്ടിൽ എത്രത്തോളം എന്നെ ചൊല്ലി വിഷമിച്ചിട്ടുണ്ടോ, എൻ്റെ അമ്മ എന്നെ എത്രത്തോളം ചൊല്ലി സങ്കടപ്പെട്ടിട്ടുണ്ടോ, ആകുലപ്പെട്ടിട്ടുണ്ടോ, അത്രത്തോളം ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ, നവീകരണ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിൻ്റെ ഇരട്ടിയായി ദൈവം അമ്മയെ സന്തോഷിപ്പിക്കാൻ ദൈവം ഇടവരുത്തി. അതാണ് വലിയൊരു സന്തോഷം ജീവിതത്തിൽ. ദൈവകൃപയാൽ ഇപ്പോൾ വലിയൊരു അനുഗ്രഹം ലഭിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മീൻ കച്ചവടമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തെ അറിയുന്നതിന് മുപ്പാട് ഞാൻ ഏതവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിലേക്ക് ദൈവം തിരിച്ചെന്നെ കൊണ്ടുവന്നു. കാരണം 2 പേര് എൻ്റെ കീഴിലുണ്ട്, എൻ്റെ സ്റ്റാഫായിട്ടുണ്ട്. ഞാൻ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ്, എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ആ കാലഘട്ടം തുടർച്ചയായി ഞാൻ കൊണ്ടു നടന്നത്. അതിനേക്കാളുപരി ദൈവം അതിനേക്കാൾ സന്തോഷകരമായൊരു ജീവിതം ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്നപ്പോൾ കൊണ്ടു നടക്കാൻ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നപ്പോൾ എൻ്റെ വീട്ടിൽ സമാധാനമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് കടത്തിവിടാൻ ദൈവം അനുഗ്രഹിച്ചു. 1 കൊരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഉള്ളംകൈയിൽ എൻ്റെ പേര് രേഖപ്പെടുത്തിയ ദൈവത്തെ ഇന്ന് എനിക്കറിയാം. അവൻ മാത്രമാണ് എൻ്റെ രക്ഷ, അവൻ മാത്രമാണ് എൻ്റെ ആശ്രയം.